എൻ്റെ പഠനകാലത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കണക്കിലും ഫിസിക്സിലും ഒക്കെ ഞാൻ അത്ര മുൻപന്തിയിലായിരുന്നില്ല. അപ്പോൾ ഈ നാട്ടിലെ വിദ്യാഭ്യാസ ശൈലി അറിയാമല്ലോ. ചില സമയങ്ങളിൽ അധ്യാപകന്മാർ ചില വാക്കുകളൊക്കെ പറയും നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് നിരാശപ്പെടുത്തി കളയും. എൻ്റെ അധ്യാപകരിൽ ചിലരങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ വാക്കുകൾ എന്നെ ഒത്തിരി തളർത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, എല്ലാവരുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി കളിയാക്കിയ ഒരു അധ്യാപകൻ്റെ മുഖം. അപ്പോൾ അങ്ങനെയുള്ള വേദനകളിലൂടെ കടന്നു പോയപ്പോൾ നിരാശ എൻ്റെ മനസ്സിനെ മൂടി. ഇനി ഒരിക്കലും പഠിക്കാനായിട്ട് പോകണ്ട, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒരു മണ്ടനാണെന്നൊക്കെ ഞാൻ ചിന്തിച്ച സമയങ്ങളുണ്ട്. എന്നാൽ മനസ്സ് ക്ഷീണിച്ചപ്പോൾ, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സ്ഥിതി വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ വചനം കൊണ്ട് എന്നെ ബലപ്പെടുത്തി. അതുകൊണ്ടാണ് പിന്നീട് എനിക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചത്. പിന്നീട് എൻ്റെ കോളേജ് ടൈമിൽ ഞാൻ റാങ്കിലാണ് പാസ്സായത്. നോക്കിയേ, ഒരു സമയത്ത് നിരാശയും വേദനയും നിരുത്സാഹവും ഒക്കെ എന്നെ തളർത്തി കളഞ്ഞപ്പോൾ ദൈവം വചനം എന്നെ ശക്തിപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഏത് വചനമാണ് മാതാപിതാക്കൾ പറഞ്ഞു തന്നതെന്നല്ലേ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനും, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ദൈവം പറയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് മാന്യനാണ്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈ വാക്കുകൾ തളർന്നിരിക്കുന്ന എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി. ഇന്ന് നിങ്ങളെ നോക്കി ആരെങ്കിലും കൊള്ളില്ല, ഉപയോഗമില്ല, യൂസ്ലെസ് ആണ്, മണ്ടനാണ്, കഴിവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവവചനം പറയുന്നു, നീ ദൈവത്തിന് വിലപ്പെട്ടവനാണ്, നീ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവനാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്. ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ആലോചന നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ ചെവികളിൽ ഈ ശബ്ദം എപ്പോഴും കേൾക്കട്ടെ. നിരുത്സാഹപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കും. ഇപ്പോൾ നിങ്ങൾ നിരുത്സാഹവും വേദനയും ദുഃഖവും ഒക്കെയാണ് നേരിടുന്നതെങ്കിൽ ഭാരപ്പെടേണ്ട. ഇതിനൊരു സീസണുണ്ട്. ഇത് കഴിയുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. സന്ദേശത്തോടെ ചുരുക്കിയാണ്. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.